ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കിറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. 400 സംതിങ് അങ്ങനെയാണ് റേറ്റ്. ഇതിൻ്റെ നമ്മൾ ഇസ്തിരിപ്പെട്ടി ഓണാക്കി വെക്കുക. പിന്നെ ഈ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളത് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു മൊട്ട് പോലെ ആയിട്ട് വരും. അങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗമ്മ് യൂസ് ചെയ്തിട്ട് B700 എന്ന് പറഞ്ഞ ഗമ്മ് യൂസ് ചെയ്തിട്ട് ആ പൂവിൻ്റെ നടുവിൽ കുറച്ച് ഗമ്മാക്കി കൊടുക്കുക. അതിൻ്റെ വേറൊരു ഫ്ലവർ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഒട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഡബിൾ ലെയർ ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലവറിന് സ്റ്റെമ്മ് വേണമല്ലോ, സ്റ്റെമ്മാക്കാണ്. അപ്പോൾ ഇത് ഫോം ഷീറ്റിൻ്റെ കളർ ഒലീവ് ഗ്രീൻ ആണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ തന്നെ ഗമ്മു ആക്കിയിട്ട് നമ്മൾ ഒട്ടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ആദ്യം ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ചുരുട്ടിയെടുക്കുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലവറിന് ഈ സ്റ്റെമ്മ് ഓരോന്നോരോന്നായി ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഗമ്മാക്കുക, എന്നിട്ട് സ്റ്റെം എടുത്ത് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ വെച്ച പൂ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലേ? ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഒന്നുകൂടി ഇതേ സെയിം കിറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഉണ്ടാക്കിയത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. സെക്കൻഡ് ടൈം വാങ്ങിയത് ഒരു ജാസ്മിൻ, ഇൻസ്റ്റയിൽ ഞാൻ ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്റ്റെമ്മിന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന്. ജസ്റ്റ് ഞാൻ അതെല്ലാത്തിനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം വാങ്ങിച്ചതും 100 പെറ്റൽസ് തന്നെയാണ്. ഇപ്പോൾ വാങ്ങിച്ചതും 100 പെറ്റൽസ് തന്നെയാണ്. വെള്ളയറാക്കി ഒട്ടിക്കുന്നത് കൊണ്ടാണ് മുല്ലപ്പൂ കിട്ടുമ്പോൾ ലെങ്ത്ത് കുറയുന്നത്. ഒരു ലെയറായി കിട്ടുമ്പോൾ അത്ര ഭംഗിയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ലെയർ ആക്കിയിട്ട് പൂ കെട്ടുന്നത്. അങ്ങനെ നമ്മൾ പൂ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ടൈപ്പിലാണ് പൂ കെട്ടുന്നത്. പല ടൈപ്പിൽ പൂ കെട്ടുന്നവരുണ്ട്. എനിക്കിതാണ് എളുപ്പം.
മുല്ലപ്പൂ കെട്ടിക്കഴിഞ്ഞു. ഇനി ഇത് തമ്മിൽ കൂട്ടി കെട്ടണം. അപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.